ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പിടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ഭവിതയുടെ കേസിൽ തൽക്കാലം ഹരിയുടെ കയ്യിൽ നിന്ന് അലീനയും മനുവും കൂടിയിട്ട് ഭവിതയെ രക്ഷിച്ചിട്ടുണ്ട്. ഭവിത സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്താനൊക്കെ പോയതാണ്, അതിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. മനു ആ ഫോണൊക്കെ ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനുശേഷം മനു മുത്തശ്ശിയൊക്കെ കണ്ടിട്ട് ആ വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ അതിനൊക്കെ ശേഷം ഭവിതയാണ് പിന്നീട് ഭവിതയ്ക്ക് അലീനയാണ് കൂടുതൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ. കാരണം അലീന കൂടുതലും സമയത്ത് ഭവിതയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭവിതയ്ക്ക് ഇങ്ങനെ അലീന വന്നിരിക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അലീന പറയുന്നുണ്ട് തെറ്റായ ചിന്തകളൊന്നും വേണ്ട, താൻ മോള് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭവിതയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഹരിയുടെ ആ ഒരു ഇങ്ങനെ ഒരു ത്രെട്ടിൽ നിന്നൊക്കെ തന്നെ രക്ഷിച്ചത് അലീനയാണല്ലോ. ഇത്രയും നാളും താനിങ്ങനെ ഈ അലീനയാണല്ലോ തള്ളിക്കളയുകയും കുറ്റപ്പെടുത്തുകയും വൃത്തികെട്ടവളായിട്ടൊക്കെ കാണുകയൊക്കെ ചെയ്തത്. ആ അലീന തന്നെ വേണ്ടി വന്നല്ലോ തന്നെ രക്ഷിക്കാൻ എന്നുള്ള ആ ഒരു ചിന്ത ഭവിതയുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഭവിതയ്ക്ക് ശരിക്കും കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പോൾ ഭവിത അലീനയോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. സോറി, ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീനയോട്. പക്ഷെ അപ്പോഴും ഭവിതയ്ക്ക് അറിയില്ല അലീന തൻ്റെ അമ്മയുടെ മകളാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ നിലവിൽ ബാലചന്ദ്രൻ്റെ മകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭവിത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയാണ് എനിക്ക് റോൾ മോഡലായിട്ട് ഞാൻ കണ്ടിരുന്നത്, അമ്മയോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയണം. അത് ചെറുപ്പം മുതലേ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ അച്ഛൻ്റെ മോളാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ശരിക്കും അതുകൊണ്ടാണല്ലോ അച്ഛൻ ചേച്ചിന്ന് വിളിക്കാൻ പറഞ്ഞത്, ഞാൻ ഇനി ചേച്ചിന്ന് വിളിക്കുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീന ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് ബബിത ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അച്ഛൻ്റെ മോളായാലും ശരി അമ്മയുടെ മോളാണെങ്കിലും ശരി ബബിതയ്ക്ക് തന്നോട് ഇത്തിരി സ്നേഹമൊക്കെ വന്നല്ലോ. പക്ഷേ ബബിതയുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയതിൽ അലീനയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇക്കാര്യം ബാലചന്ദ്രനെ അറിയിക്കാൻ തന്നെ അലീന തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം. ഇനിയിപ്പോൾ അലൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, അമലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ആക്കണമെങ്കിൽ ഇപ്പോൾ മനു മാത്രം വിചാരിച്ചാൽ മതിയാവില്ല. ഇനിയിപ്പോൾ പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു ഇത് വരുമല്ലോ. അത് കാരണം എങ്ങനെയെങ്കിലും ബാലചന്ദ്രനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന് തന്നെ അലീന തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് പ്ലീസ് ചേച്ചി പറയരുത്, അച്ഛനോടൊന്നും പറയില്ല ചേച്ചി, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും ചേച്ചി, പിന്നെ എനിക്ക് അച്ഛനെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഴപ്പവും വരത്തില്ല, ഞാൻ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം, തൽക്കാലം ഞാൻ അച്ഛനോട് പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. നീ അത് ഓർത്ത് വിഷമിക്കേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ, എന്തിനും ഇതിനും ഞാനുണ്ട്, നിനക്ക് തെറ്റായ ഒരു ചിന്തയും മനസ്സിലേക്ക് കൊടുക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന പറയുന്നുണ്ട് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, വാതിൽ ലോക്ക് ചെയ്യണ്ട കേട്ടോ, വാതിൽ തുറന്ന് തന്നെ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് അതെന്താ ചേച്ചിക്ക് പേടിയായിട്ടാണോ ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന്. ഇല്ല ചേച്ചി, ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്, എനിക്ക് ചേച്ചി കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് തെറ്റായ ചിന്തകളൊന്നും വരുന്നില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും നീ വാതിലടയ്ക്കേണ്ട, എനിക്ക് ലോക്ക് ചെയ്താൽ പെട്ടെന്ന് തുറന്ന് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫ്രഷായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വെക്കാം, നീ ഒന്ന് ഫ്രഷായിട്ട് വാ, ഫ്രഷായിട്ട് ചായയല്ല നീ ഒന്ന് ഫ്രഷായിട്ട് വാ, ഞാൻ ചായ ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് കൃഷ്ണമോളും വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന താഴേക്ക് ചെല്ലുകയാണ്. താഴേക്ക് പോകുമ്പോൾ വീണ്ടും ബബിതയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ബബിത ചിരിച്ച് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഞാൻ വന്നേക്കാം എന്ന് പറയാണ്. അങ്ങനെ അലീന താഴേക്ക് വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആ സമയത്താണ് കൃഷ്ണ സ്കൂൾ വിട്ട് വരുന്നത്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ആ ചേച്ചി ചായ ഉണ്ടാക്കിയോ, എൻ്റെ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കിയോ ചോദിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാർക്ക് ചേച്ചി 3 ഗ്ലാസ്, അത് ബബിതയ്ക്കാണ്. അതിന് ബബിതേച്ചി ചേച്ചി ഉണ്ടാക്കുന്ന ചായയൊക്കെ കുടിക്കുമോ എന്ന് ചോദിക്കാൻ കൃഷ്ണ അതൊക്കെ കുടിച്ചോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന വന്നിട്ട് ബബിതയെ വിളിക്കണം, ബബിതയെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ബബിത താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഫ്രഷ് ആയതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടപ്പോൾ കൃഷ്ണ ആകെ അമ്പരന്ന് പോകണം, ഇത് എന്ത് മറിമായ ഇവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇന്ന് കാക്കയെങ്ങാനും മലർന്ന് പറക്കുന്നുണ്ടോ, ഇതേ അലീന ചേച്ചി വിളിച്ചപ്പോൾ ബബിയേച്ചി ഇറങ്ങി വരുന്നു എന്ന് പറയാണ്. അങ്ങനെ പല അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കും എന്ന്
കൃഷ്ണയോട് അലീന പറയുന്നുണ്ട്. അങ്ങനെ ബബിത അവിടെ വന്ന് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ അലീന അവൾക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, കുടിക്കാനായിട്ട് പറയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതം. കാരണം അലീന ചായ എടുത്ത് കൊടുക്കുന്നു, ബബിത അത് കുടിക്കുന്നു, ബബിതയോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു, അലീന ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതം. ഇവിടെ എന്ത് മറിമായ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് സ്കൂളിൽ പോയി വന്നപ്പോഴേക്ക് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചല്ലോ, ബബിതേച്ചിക്ക് ഇത്രയൊക്കെ മാറ്റോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ബബിതേച്ചി സംഭവിച്ചത്, ചേച്ചി ശരിക്കും മാറിയതാണോ അതോ ഇത് അഭിനയിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളുടെ ഒരു കാര്യം നീ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ് അലീന കൃഷ്ണയെ വഴക്ക് പറയുന്നുണ്ട്. ഓ ഇപ്പം നിങ്ങൾ രണ്ടാളും സെറ്റായപ്പോൾ എന്നെ വേണ്ട അല്ലേ, അയ്യോടി മോളെ നിന്നെ വേണ്ടാഞ്ഞതല്ല, നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത്, ബബിതേച്ചിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിതേച്ചിക്ക് ഒന്നും പറ്റിയില്ല, അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതായത് അവൾ അച്ഛൻ്റെ ഭാഗത്താണ് ശരിയെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായതുകൊണ്ട് അവൾ മാറി എന്ന് പറയാണ് അലീന. ഓ ഇത്ര പെട്ടെന്ന് മാറ്റോ, അതെങ്ങനെ അച്ഛൻ്റെ ഭാഗത്താണ് ശരിയെന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചിട്ട് കൃഷ്ണ അലീനയെ സംശയത്തോടു കൂടി നോക്കുമ്പോൾ അലീന കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അതൊന്നും അറിയത്തില്ല എന്നുള്ളത്. അതായത് കൃഷ്ണ ഉദ്ദേശിക്കുന്നത് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ബബിത അറിഞ്ഞോ എന്നുള്ളതാണ്. അപ്പോൾ അതറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണിക്കുകയാണ് പറയണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ കൃഷ്ണ തലയാട്ടുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും ബബിതയും അലീനയും കൂടി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ 3 പേരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആഹാ ഇന്ന് 3 പേരും കൂടിയാണല്ലോ ചായ കുടിക്കുന്നത്, ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബബി നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ നേരിടാൻ അച്ഛൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്, അച്ഛൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതേ വരാം, ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ താഴേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ കൂടിയുള്ള ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇനി ഇവിടെ രോഹിത്തും വേണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇവർ രോഹിത്ത് മാത്രമല്ല ഇവിടെ മാഡം കൂടി വേണം, എന്നാലേ ഇതൊന്ന് പൂർണ്ണമാവുള്ളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് ഇച്ചിരി മുഖം ചുവക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത്. എന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, ബബിതേ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല സുഖമില്ല അച്ഛ, തലവേദനയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് അലീന പറയണം. അപ്പോൾ എന്തോ സംതിങ് റോങ് ആണെന്ന് ബാലചന്ദ്രന് തോന്നുന്നുണ്ട് ബബിതയുടെ ആ ഒരു ഇരുത്തം ഒക്കെ കണ്ടിട്ട്. പക്ഷേ അപ്പോഴൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബബിത അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണയും ബാലചന്ദ്രനും ഒക്കെ ആകെ അതിശയിച്ച് പോവുകയാണേ, ഇത് എന്ത് മറിമായം എന്നുള്ള രീതിയിൽ. അപ്പോൾ അലീന പറയുന്നുണ്ട് അവിടെ വെച്ചേക്ക് മോളെ ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി ഞാൻ കൊണ്ടുപോയി കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബബിത തന്നെ അതൊക്കെ കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, നീ ഡോറ് ലോക്ക് ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ബബിത ആ ശരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടിക്കൊണ്ട് പോവാണ്. കൃഷ്ണയും ബാലചന്ദ്രനും ഇതെന്താ ഇപ്പോൾ സംഭവിച്ചത് എന്നറിയാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ വാ പൊളിച്ചിരിക്കുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട് സംതിങ് റോങ് ആയിട്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണം, എന്തോ ഒരു തകിടം മറിഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയണം. എന്നിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോകുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് ചായ കുടിക്കണം. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്താ ബബിതയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ അലീനയോട്. ഒന്നും പറ്റിയില്ല അച്ഛാ എന്ന് പറയണം. എന്നോട് കള്ളം പറയണ്ട, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, എന്താ പറ്റിയെന്ന് എന്നോട് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെങ്കിലും അറിയും എന്ന് പറയുമ്പോൾ അച്ഛാ ഞാൻ പറയാം, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, കൃഷ്ണമോള് കേൾക്കും, ഞാൻ റൂമിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. ശരി എന്നാൽ നീ വേഗം ഇതെടുത്ത് വെച്ചിട്ട് റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ റൂമിലേക്ക് പോവണം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് അലീനയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബബിതയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയാണ്. ബബിത ആകെ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നടക്കുന്നത്, ഇപ്പോൾ ആകെ പിടുത്തം വിട്ടൊരവസ്ഥയിലാണ്. അച്ഛൻ ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് എടുത്തു ചാടി പ്രവർത്തിക്കുകയാണെങ്കിൽ ബബിതയുടെ ജീവിതം വരെ ഇല്ലാതായി പോവും, ജീവൻ വരെ ഇല്ലാതായി പോവും. അതുകൊണ്ട് അച്ഛൻ എനിക്ക് ആദ്യം വാക്ക് തരണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അച്ഛൻ ബബിതയോട് ഇക്കാര്യങ്ങളൊന്നും തൽക്കാലം ചോദിക്കില്ല എന്ന് വാക്ക് തരണം എന്ന് പറയുമ്പോൾ ചോദിക്കുന്നതും ചോദിക്കാത്തതൊന്നും വാക്ക് തരാൻ പറ്റില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ വാക്ക് തരാം, എന്താണെങ്കിലും ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയോ അതിനനുസരിച്ച് പെട്ടെന്ന് ദേഷ്യത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. എന്താണ് സംഭവം എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷേ ഞാൻ ഒരു ഉറപ്പ് തരാം, ഞാൻ പെട്ടെന്ന് ഒരു എടുത്തു ചാടി പ്രതികരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ ഹരി ഇങ്ങനെ വീഡിയോ എടുത്തതും അമലിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാനായിട്ട് പോയതുമായിട്ടുള്ള
കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹരി അവളെ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിന് നിർബന്ധിച്ചു. അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ വന്നിട്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. അപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നീട് ഞാൻ പറഞ്ഞിട്ട് ഹരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ മനുവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനുവേട്ടനും കൂടി വന്നു. ഹരിയുടെ കയ്യിൽ നിന്ന് ആ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആകെ ഒരു മനുഷ്യനെ പോലെ അവിടെ ഇരുന്ന് പോവാണ് ബാലചന്ദ്രൻ. ശരിക്കും അയാൾ തകർന്നു പോവാണ്. ആദ്യം വൈജയന്തി ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കേട്ട അതിനേക്കാൾ കൂടുതലൊരു തകർച്ചയിലാണ്. കാരണം സ്വന്തം മകളുടെ ജീവിതം തന്നെ ഇല്ലാതായി പോയല്ലോ എന്നുള്ളൊരു ഇതിൽ, മകൾ തെറ്റായ വഴിയിലൂടെ പോയല്ലോ എന്നുള്ള രീതിയിൽ ആകെ വിഷമിച്ച് പോവാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എൻ്റെ മോൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ, അവൾ അച്ഛനെക്കുറിച്ചോ ഈ കുടുംബത്തെക്കുറിച്ചോ ഒന്നും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവൾ എന്തൊക്കെ ചെയ്ത് കാണിച്ചത്, അമ്മയുടെ പാത പിന്തുടർന്ന് പോകാനായിരുന്നു അവൾ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ആ പറഞ്ഞ വാക്കൊക്കെ മറന്നുപോയി. ദേഷ്യപ്പെട്ടിട്ട് ബബിതയെന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ കയറി തടയാണ് അലീന. അച്ഛൻ ഇത് എങ്ങോട്ടാ, എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് മാറ്, എനിക്ക് അവളെ കാണാൻ എനിക്ക് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്താ ചോദിക്കാൻ പോണത്, ഇവിടെ ഈ വീട്ടിൽ കിടന്നിട്ട് അച്ഛനും അമ്മയും കൂടെ ഇവിടെ എന്താ കാണിച്ചു കൂട്ടുന്നത്, മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലതും ശ്രദ്ധിക്കാൻ നേരമുണ്ടോ, അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മാത്രം കുറ്റമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഭാഗത്ത് തെറ്റുണ്ട്. ആ മക്കൾ ആരൊക്കെ കാണുന്നു, എവിടെയൊക്കെ പോകുന്നു, അവർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ മാത്രം പോരാ, അതിൽ അവർ ആരൊക്കെ വിളിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കുകയും നോക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ അമ്മമാരല്ലേ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെ അമ്മമാർ മാത്രമൊന്നുമല്ല അച്ഛന്മാർക്കും ശ്രദ്ധിക്കാം. അത് ഇവിടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളുടെ തല്ലാനോ കൊല്ലാനോ ഒന്നും നിന്നിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും കടുങ്കയും ചെയ്യും. അതാണോ അച്ഛന് വേണ്ടത്? തൽക്കാലം അച്ഛനൊന്ന് ക്ഷമിക്കി, അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഒന്ന് തണുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ ദേഷ്യമൊക്കെ ഒന്ന് ഒതുങ്ങുന്നുണ്ട് ബാലചന്ദ്രന്. പിന്നീട് അതിനുശേഷം ബാലചന്ദ്രൻ അലീനയും കൂടിയിട്ട് ഭവിതയോട് സംസാരിക്കുന്നുണ്ട്. ബബിത ബാലചന്ദ്രൻ്റെ കാല് പിടിച്ചുകൊണ്ട് മാപ്പ് പറയണം. സോറി അച്ഛാ, തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കച്ച എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഭവിതയാണെങ്കിൽ ആകെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എന്ത് പറയണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ്. എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ മോളെ, നിനക്ക് എന്നെക്കുറിച്ചോ നിൻ്റെ താഴെയുള്ള അനിയത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിൻ്റെ അമ്മയെക്കുറിച്ചോ ഒന്നും ആരെക്കുറിച്ചോ നീ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ സോറി അച്ഛാ, അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സീനാണ്. അലീന വൈജയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ അലീന വരുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പോൾ അലീനയുടെ കയ്യിൽ മനു കൊടുത്ത ആ ഹരിയുടെ ഫോണും കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോണും കൂടെ കയ്യിൽ പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് അലീനയുടെ ബാഗിൽ തന്നെയാണ്, അലീനയുടെ ഫോണും ഉണ്ട്, ഈ ഫോണും ആ ബാഗിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അലീന പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും കാര്യമില്ല, എപ്പോഴും സുലോചന ആൻറ്റിക്ക് വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വന്ന് നിന്നേ പറ്റത്തുള്ളൂ, വേറെ ആരും ഇല്ല വരാൻ, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ആരും വരാനൊന്നുമില്ല, മക്കളുമില്ല, ആരുമില്ല, ബന്ധുക്കളുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ അവസാനം വരെ ഉണ്ടാവുള്ളൂ എന്നും പറയുന്നുണ്ട് അലീന. അപ്പോൾ വൈജിക്ക് അതൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. എൻ്റെ ബബി വന്നോളുമല്ലോ, ബബിതയോട് പറഞ്ഞാൽ മതിയല്ലോ, അവൾ വന്ന് നിൽക്കുമല്ലോ എന്ന് പറയുമ്പോൾ ബബിതയുടെ കാര്യമൊന്നും പറയാത്തതാണ് നല്ലത് എന്ന് പറയണം. അവളിപ്പോൾ കൊല്ലപ്പള്ളിയിലുണ്ടല്ലോ, അവളോട് പറഞ്ഞാൽ വരുമല്ലോ എന്ന് പറയുമ്പോൾ ബബിത ഇപ്പോൾ കൊല്ലപ്പള്ളിയിലല്ല, ബബിത ഇപ്പോൾ കടപ്പാട്ടൂരുണ്ട് എന്ന് പറയണം. ബബിത കടപ്പാട്ടൂരോ? അവളെങ്ങനെ കടപ്പാട്ടൂർ വന്ന് അവൾ വരില്ലല്ലോ അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ നീ എന്തിനാ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ കൊണ്ടുപോയതല്ല, അവളായിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അവളൊരിക്കലും അങ്ങനെ അങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ ഒരിക്കലും സ്വമേധയാ അങ്ങനെ വരില്ല, പക്ഷേ അവൾക്ക് അതിനൊരു റീസൺ ഉണ്ടായി, നിങ്ങളെ കണ്ടല്ലേ നിങ്ങളുടെ മകളും പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. നീ എന്താ പറയുന്നത്? എന്നെ കണ്ട എൻ്റെ മകൾ പഠിച്ചെന്നോ? ആ അമ്മയെ കണ്ടല്ലേ മകളും പഠിക്കുന്നത്, പിന്നെ എങ്ങനെ മകൾ ചീത്തയാവാതിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നീ പറയുന്നത്? മകൾ എൻ്റെ കവിത ചീത്തയെന്ന് നീ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഇത് എടുത്തത് വേറെ ആരുമല്ല, നിങ്ങളുടെ ആങ്ങളയുടെ മകനില്ലേ ഹരി, അവൻ തന്നെയാണ്. ഇത് എടുത്തത് മാത്രമല്ല, അത് ബബിത ചെയ്തത് തെറ്റ്, ബബിത തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ തെറ്റിനെ കൂടുതൽ തെറ്റിലേക്ക് നിങ്ങളുടെ ആങ്ങളയുടെ മകൻ, നിങ്ങളുടെ പ്രിയ പുത്രനുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ ഹരിശങ്കർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ, അവനാണ് ഇവിടെ
ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന എല്ലാ കാര്യങ്ങളും വൈജയന്തിയോട് പറയുന്നുണ്ട്. അമ്മ വേലി ചാട്ടിക്കഴിഞ്ഞാൽ മകൾ മതിൽ ചാട്ടുമെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് പറയണം അലീന. അത് കേട്ടിട്ട് വൈജയന്തി ഞെട്ടി അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. അതായത് തൻ്റെ പാസ്റ്റിനെ കുറിച്ചാണ് വീണ്ടും അലീന അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈജയന്തി ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട്. എന്നെ നോക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ മകളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. വൈജയന്തി ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നതേ നോക്ക്, നിങ്ങളുടെ മകളാണ് മറ്റൊരുത്തൻ്റെ ബൈക്കിൽ കയറിയിട്ട് പോവുകയും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 2 വർഷമായിട്ട് തുടങ്ങിയ ബന്ധമാണ്. ഇതിൻ്റെ പുറകെ പോയത് വേറെ ആരുമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഹരിശങ്കർ ഇതിൻ്റെ പുറകെ പോവുകയും വീഡിയോ എടുക്കുകയും ചെയ്തു. അത് ഭവിതയോടുള്ള സ്നേഹം കൊണ്ട് അവളെ രക്ഷിക്കാനും വേണ്ടിയിട്ടല്ല, ആ അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട്, ആ അവസരം മുതലെടുത്ത് ഭവിതയെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങി തിരിച്ചു. അതിൽ നിന്നും ഭവിതയെ തൽക്കാലം ഞാൻ രക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അവൾ സൂയിസൈഡ് ചെയ്യാൻ പോയെടുത്ത് നിന്നും ഞാൻ അവളെ രക്ഷിച്ച് നിർത്തിയേക്കാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അലീന വൈജയന്തിയെ. ഇതെല്ലാ കാര്യങ്ങളും കേട്ടിട്ട് വൈജയന്തിക്ക് ശരിക്കും വല്ലാത്തൊരവസ്ഥയിലാണ്. ശരിക്കും ഭവിതയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോലും, തൻ്റെ മകളും ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്ത ആകെ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. എന്നിട്ട് ബബിതയുടെ അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബബിത വീട്ടിലുണ്ട്, ബബിതയ്ക്ക് ഒരു കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ നന്നാവണമായിരുന്നു, നിങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ നേരേക്ക് ചാടിക്കടിക്കാനും മക്കളുടെ നേരേക്ക് ചാടിക്കടിക്കാനും മാത്രമേ സമയം ഉണ്ടായിട്ടുള്ളൂ. മക്കളെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് സംസാരിക്കാനോ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവരെങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ അന്വേഷിക്കാനോ നിങ്ങൾ മുതിർന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരം വെളുത്താൽ ജോലിക്ക് പോവുക, ബാങ്കിൽ പോവുക, പൈസ ഉണ്ടാക്കുക, അക്കൗണ്ട് നിറയ്ക്കുക, വീട്ടിൽ വരിക, മക്കളോടത്തും ഭർത്താവിൻ്റെ അടുത്തും ഒച്ചയിടുക, ദേഷ്യപ്പെടുക, സംസാരിക്കുക, അത് മാത്രമല്ലേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ചെയ്യാനായിട്ട്? എന്നിട്ടിപ്പോൾ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകളുടെ ജീവിതം തന്നെ കൈവിട്ട് പോയേക്കാണ്, ഇനി ജീവനും കൂടി മാത്രമേ പോകാനുള്ളൂ, ആ ജീവനാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീന ഒരുപാട് ഇങ്ങനെ വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. വൈജയന്തി ആകെ തകർന്നു പോവാണ്. അലീനയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ആകെ പൊട്ടി കരഞ്ഞു പോവാണ് വൈജയന്തി. അങ്ങനെ അലീന എല്ലാ കാര്യങ്ങളും വൈജയന്തിയോട് തുറന്ന് പറയും. ബബിതയ്ക്ക് സംഭവിച്ച ദുരന്തമൊക്കെ വൈജയന്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളാരും എൻ്റെ ശത്രുക്കളല്ല, ഞാൻ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി വീണ്ടും അലീനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നോക്കണം. ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ, എൻ്റെ മകൾക്ക് ഇങ്ങനെ ദുരന്തം സംഭവിച്ചപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമായില്ല, എൻ്റെ അനിയത്തിയാണത്, എൻ്റെ സ്വന്തം അനിയത്തിയാണ്, അവൾക്ക് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചതിൽ ഒരുപാട് ദുഃഖിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്നോട് ഉള്ള ദേഷ്യം വെച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്താനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളൊരു വല്ലാത്ത ജന്മം തന്നെയാണ് എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ബബിതയ്ക്ക് സംഭവിച്ച ദുരന്തമൊക്കെ വൈജയന്തി മനസ്സിലാക്കി. പിന്നെ അത് മാത്രമല്ല, വൈജയന്തിയുടെ പാസ്റ്റൊക്കെ അലീന മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വൈജയന്തി തിരിച്ചറിയുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.